മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് വിനായകൻ. അദ്ദേഹത്തിൻ്റെ അഭിനയവും എല്ലാവർക്കും ഇഷ്ടവുമാണ്. കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ശക്തമായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പവും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമകളെല്ലാം നമ്മൾ വളരെയേറെ ഇഷ്ടപ്പെടുകയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവയുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിനായകൻ മലയാള സിനിമയിൽ വന്നതാണ്. പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട താരമായി മാറുകയുമായിരുന്നു. ഇപ്പോഴിതാ ആട് 3 സിനിമയുടെ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിനായകൻ. വിനായകൻ എപ്പോൾ ചാവണമെന്ന് കാലം തീരുമാനിക്കുമെന്നും കർമ്മ എന്താണെന്ന് വിനായകനെ പഠിപ്പിക്കാൻ ആരും വരേണ്ട എന്നുമാണ് കുറിപ്പിലൂടെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിനായകൻ പ്രതികരിച്ചിരിക്കുന്നത്. വിവരമുണ്ടെന്ന ധാരണയിൽ വിവരമില്ലാത്തവന്മാരെ വിശ്വസിച്ച് ചെയ്ത ജോലിക്കിടയിൽ പറ്റിയ പരിക്കാണിട. വിനായകൻ ചത്താലും ജീവിച്ചാലും ഈ ലോകത്ത് ഒന്നും സംഭവിക്കാനില്ല. കർമ്മ എന്താണെന്ന് നീയൊന്നും വിനായകനെ പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് വിനായകൻ പറയുന്നത്. വിനായകന്റെ കർമ്മഫലം വിനായകൻ അനുഭവിച്ചോളാം. അതുകൊണ്ട് പ്രാക്കും കാപട്യത്തിന്റെ സഹതാപവും ഇങ്ങോട്ട് വേണ്ട എന്നും വിനായകൻ ശക്തമായി പ്രതികരിക്കുകയാണ്. സംഘടന രംഗത്തിനിടെ കഴുത്തിന് പരക്കേറ്റ വിനായകൻ ഇന്നലെയാണ് ആശുപത്രി വിടുന്നത്. ഇത് സംബന്ധിച്ച് വാർത്തകൾക്ക് താഴെ താരത്തിനെതിരെ മോശം കമന്റുകൾ വന്നിരുന്നു. വിനായകൻ അനുഭവിക്കുന്നത് കർമ്മഫലമാണെന്ന തരത്തിലായിരുന്നു കമന്റുകളെല്ലാം ഉയർന്നു വന്നതും. കഴുത്തിന്റെ ഞരമ്പിന് മുറിവേറ്റെന്നും 2 ദിവസം മുൻപ് അറിഞ്ഞുവെന്നും ഇല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ടേനെ എന്നും വിനായകൻ പറയുകയും ചെയ്തിരുന്നു. ശനിയാഴ്ചയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വിനായകൻ ചികിത്സ തേടിയെത്തിയത്. പിന്നീട് നടത്തിയ ARI സ്കാനിലാണ് പേശികൾക്ക് സാരമായ ക്ഷതം കണ്ടെത്തിയിരിക്കുന്നത്. ആട് ഒരു ഭീകരജീവിയാണ്. ആട് 2 എന്നിവയ്ക്ക് ശേഷം വരുന്ന ഫ്രാഞ്ചൈസി ചിത്രമാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് ചിത്രം ആട് 3 ചിത്രം 2026 മാർച്ച് 19 റിലീസായി പ്രദർശനത്തിനും നമ്മുടെ മുന്നിലെല്ലാം എത്തും. ജയസൂര്യ, വിനായകൻ, വിജയ് ബാബു, സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, ഇന്ദ്രൻസ് എന്നിവരടക്കം നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നതും. വേണു കുന്നപ്പള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിംസ് കമ്പനി, വിജയ് ബാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നതും. എന്തായാലും വിനായകൻ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. വിനായകന്റെ കർമ്മഫലം വിനായകൻ അനുഭവിച്ചോളാം എന്നാണ് വിനായകൻ തന്നെ പറയുന്നത്. മറ്റാരും അതിലിടപെടേണ്ട എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 100% സത്യവുമാണ്.